വരെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡായി. ഇനി അത് മേടിക്കാൻ പോകുമ്പോൾ ദയവ് ചെയ്ത് അതുള്ളത് മേടിച്ചാൽ മതി എന്ന് പറയണം, നിർബന്ധം പറയണം. അപ്പോൾ എങ്ങനെ വന്നാൽ വെച്ചാൽ കൺസ്യൂമർ ഗുഡ്സിനൊക്കെ ആയി ഞങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കാനും ഇതിൻ്റെ ലാബ് ആകെ സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ 10,000 സ്കൂളുകളിലും കോളേജുകളിലും ഇത് ഫ്രീ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ട് തുടങ്ങുവാണ്. ഇപ്പം കാശ്മീരിൽ നിന്നാണ് ലേറ്റസ്റ്റിൽ റിപ്പോർട്ട് വന്നിട്ട് അവിടെ കാശ്മീരിൽ 22 സ്കൂളിൽ BAS ക്ലബ്ബ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ്. കണ്ണൂർ ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ നല്ല മുന്നിൽ തന്നെയാണ്. അവരുടെ ഈ ആഴ്ച മുതൽ എല്ലാ കോളേജുകളിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജിലും BAS ക്ലബ്ബ് തുടങ്ങുകയാണ്. 10 സ്കൂളുകളിൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ BAS ക്ലബ്ബ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഗ്രീൻ്റെ കൂടെ തന്നെ ഇത് ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യുക. ഒരു 50,000 മുതൽ 1,00,000 റുപ്യ ശമ്പളത്തിന് ഇവർക്ക് ജോലി കിട്ടും. കാരണം കമ്പനിക്കാർക്ക് ഇവരെ എടുക്കാതെ നിവൃത്തിയില്ല. രണ്ടാമത്തത് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ലോക നിലവാരത്തിലുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഡോസൾഫാൻ അടിക്കാൻ പറ്റില്ല, SIT ആശുപത്രി കറണ്ട് പോകത്തില്ല, ലോക നിലവാരത്തിലുള്ള ഫുഡിനകത്ത് ഇതുവരെ തൊട്ടിട്ടില്ല, എന്നാലും പാക്ഡ് ഫുഡിനകത്ത് അത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ലോക നിലവാരത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇതൊരു വലിയ ഡെവലപ്മെൻ്റാണ്. നമുക്കിപ്പോൾ കേരളം മുതൽ ചില സ്റ്റേറ്റുകളിൽ ഇത് താല്പര്യം കാണിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ കർണാടക, നമ്മളെ യു പി ആണ് ഒട്ടും താല്പര്യം കാണിക്കാത്തത്, എന്താണെന്നറിയത്തില്ല. ഗുജറാത്ത് ഇതിന് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്, പിന്നെ ബീഹാർ കാണിച്ചിട്ടില്ല, ഒറീസ കാണിച്ചിട്ടില്ല. അവരൊന്നും മറുപടി തന്നാൽ തന്നെ അവരുടെ ഭാഷയിലെ തരത്തുള്ളൂ, അതെനിക്ക് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഗുജറാത്തിയും ഇതിലൊക്കെ ചില ബീഹാറി ഭാഷയിലൊക്കെ എനിക്ക് മറുപടി തരത്തില്ല, ഒരു കാരണവശാലും എനിക്ക് വായിക്കാൻ പറ്റാത്തവർ. അപ്പോൾ മിക്കവാറും എല്ലാ സ്റ്റേറ്റും കാണുമ്പോൾ ഇപ്പം 3 ലക്ഷം പിള്ളേർ ഇത് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം 3 ലക്ഷം പിള്ളേർ പഠിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്ക് ഏകദേശം 10 ലക്ഷം പിള്ളേർ പഠിക്കും, 10 ലക്ഷം പേർക്ക് ജോലി കിട്ടുകയും ചെയ്യും. ഒരു ജോബ് റെവല്യൂഷൻ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾ ഓരോരുത്തരും അതിന് ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എന്നെ പറ്റിയിട്ട് മോശം എഴുതിയില്ലല്ലോ, ഇടയ്ക്കെങ്കിലും എഴുതുന്നതിൻ്റെ കൊണ്ടുകൂടാണെന്ന് അറിയത്തില്ല. ഇത് ഇത്രയും വലിയൊരു റെവല്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. കമ്പ്യൂട്ടർ ഫീൽഡിൽ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഈ പിള്ളേർക്ക് എല്ലാം മാറും. ഇനി ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ജോലി